ഞാനിവിടെ ഒരു കോട്ടൻ്റെ ഫാബ്രിക് എടുത്തിരിക്കുന്നത്, ഫ്ലോറൽ പ്രിൻ്റ് ഉള്ളത്. നമുക്കിതെങ്ങനെയാണ് മെഷർമെൻ്റ് എടുത്ത് കട്ട് ചെയ്യാൻ നോക്കാം. നമുക്കിതിൽ ഫസ്റ്റ് യോക്കിന് 15 ഇഞ്ച് ഇറക്കാനുള്ളത്. നമുക്കിവിടെ 15 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്യാം. ഇഞ്ച് അതിൻ്റെ ടോപ്പിൽ നിന്ന് നമുക്ക് ഷോൾഡറിൻ്റെയും കഴുത്തിൻ്റെയും കൂടി അകലം വരുന്നത് 8 ഇഞ്ചാണ്. നമുക്ക് 8 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. അവിടെ നിന്ന് നമുക്ക് താഴേക്ക് ആം ഹോൾ മെഷർമെൻറ്റ് വരുന്നത് 6.5 ആണ്. 6.5 നമുക്ക് മാർക്ക് ചെയ്യാം. നമുക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. നമുക്ക് ഇവിടുന്ന് ചെസ്റ്റ് മാർക്ക് ചെയ്യണം. ചെസ്റ്റ് ഞാനിവിടെ 9.5 എടുക്കണം. 9.5 മാർക്ക് ചെയ്യണം. നമുക്ക് ഇവിടെ നിന്ന് 15 ഇഞ്ചിൽ നമ്മുടെ ഷേപ്പ് 8 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിൽ നമുക്ക് 1.5 ഇഞ്ച് അലവൻസ് മാർക്ക് ചെയ്യാം. ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റിൽ നിന്നും നമുക്ക് 1.5 ഇഞ്ച് അലവൻസ് മാർക്ക് ചെയ്യാം. നമ്മൾ ഇവിടെ ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആം ഹോൾ 6.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ചെസ്റ്റിൽ നിന്ന് 9.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഷേപ്പിൽ നിന്ന് നമ്മൾ 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിനി അലവൻസ് 1.5 വെച്ചിട്ട് 2 സൈഡിലും വിട്ടുണ്ട്. ഇവിടെ അലവൻസ് ഇട്ട ലൈൻ നമ്മളിങ്ങനെ ജോയിൻ ചെയ്യാം. നമ്മൾ തയ്ക്കാൻ വേണ്ടിയിട്ട് തയ്യൽ തുമ്പ് വിട്ടിരിക്കുന്നതാണ്. ഇതാണ് നമുക്ക് സ്റ്റിച്ച് ലൈൻ വരേണ്ടത്. സ്റ്റിച്ച് ലൈൻ വരേണ്ടത് നമ്മൾ ഈ ലൈനിൽ കൂടെ വേണം തയ്ക്കാനായിട്ട്. നമുക്കിനി ആം ഹോൾ മാർക്ക് ചെയ്യാം. ആം ഹോൾ മാർക്ക് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ കറക്റ്റ് എൽ ഷേപ്പിൽ ലൈൻ വരയ്ക്കുക. ഈ ജോയിൻറ്റിൽ നിന്ന് 1.5 ഇഞ്ച് നമ്മൾ കയറ്റി വെച്ചൊരു മാർക്ക് കൊടുക്കുക. നമ്മൾ ഇവിടെ നിന്ന് 6.5 ഇഞ്ചാണ് ഇട്ടിരിക്കുന്നത്. അത് നമ്മൾ 3.25 ഒരു മിഡ് പോയിൻ്റ് അടയാളപ്പെടുത്താം. ഫ്രഞ്ച് കർവ് യൂസ് ചെയ്ത് ഈ ഡോട്ടുമ്മലേക്കൊക്കെ ടച്ച് ചെയ്യുന്ന വിധത്തിൽ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇവിടെ കൂടെ നമുക്ക് ഈ പീസ് കട്ട് ചെയ്തെടുക്കാം. വെട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇത് നമ്മൾ താഴെ നിന്ന് 1 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്യുക. ഈ എഡ്ജിന് ഇവിടേക്ക് നമ്മൾ ലൈൻ ചെയ്ത് മാർക്ക് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ട് കട്ട് ചെയ്യണം. സ്ട്രെയിറ്റ് ലൈനാണ് വരച്ചിരിക്കുന്നത്. കട്ട് ചെയ്യുമ്പോൾ നമുക്കിതിപ്പോൾ കട്ട് ചെയ്തിട്ട് 2 പീസ് ഉണ്ട്. ഇത് നമുക്ക് ബാക്ക് പീസ് മാറ്റി വയ്ക്കാം. നമുക്ക് ഫ്രണ്ട് പീസ് അടയാളപ്പെടുത്താനായിട്ട് ഇത് കറക്റ്റ് നേരത്തെ ഫോൾഡ് ചെയ്തിരുന്ന പോലെ തന്നെ കറക്റ്റ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കുക. ആം ഹോളിൻ്റെ മെഷർമെൻറ്റ് 6.5 എടുത്തിട്ടുണ്ട്. അതിൻ്റെ മിഡിലേക്ക് നമ്മൾ ഒരു മാർക്ക് കൊടുക്കുക. അത് നമ്മൾ ഫ്രണ്ട് മാത്രം കുഴിച്ച് വെട്ടാൻ വേണ്ടിയിട്ടാണ്. ആ മാർക്കിൻ്റെ അവിടേക്ക് നമ്മൾ 1/2 ഇഞ്ച് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ കുഴിച്ച് വെട്ടാം. ഇഞ്ചിൻ്റെ ഭാഗം കുഴിച്ച് വെട്ടണം. നമുക്ക് ഫുൾ ലെങ്ത് ഇനി എങ്ങനെ എടുക്കാൻ നോക്കാം. നമ്മൾ യോക്ക് പീസ് 15 ഇഞ്ച് ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ബാക്കി എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്കിവിടെ ഒരു
ഫിനിഷ് ചെയ്യുമ്പോൾ വേണ്ടത് നമ്മളൊരു 42 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. അടിയിൽ മടക്കി അടിക്കാനും വേണം. നമ്മളിവിടെ യോക്ക് ജോയിൻ്റ് ചെയ്യുമ്പോൾ ഫിനിഷ് ചെയ്യാനും അറേഞ്ച് വെച്ചിട്ട് വേണം. അങ്ങനെ നമ്മൾ മൊത്തം 2 ഇഞ്ച് എക്സ്റ്റെൻഡ് ചെയ്ത് 42 ഇഞ്ച് അരയ്ക്കാം. നമുക്കിങ്ങനെ 2 പീസ് കിട്ടും. അതിൽ സെൻറ്റർ മാർക്ക് ചെയ്യാം. ഇവിടെ യോക്ക് പോസ്റ്റ് സെൻറ്റർ ഇവിടെ വയ്ക്കാം. നമുക്കിങ്ങനെ ഹിപ്പിൻ്റെ അളവിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മളിങ്ങനെ പ്ലീറ്റ് ഇട്ട് ഗ്യാദർ ചെയ്ത് 2 സൈഡിൽ നിന്ന് പ്ലീറ്റ് ഇട്ട് ഫുൾ പ്ലീറ്റുകൾ ഇട്ടിട്ട് നമ്മൾ ഈ യോക്കിൻ്റെ അളവിലേക്ക് കൊണ്ടുവരണം. സ്ലീവ് ലെങ്ത് എടുക്കാം. അതായത് ഇങ്ങനെ നമ്മൾ 4 ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇത് 2 സ്ലീവിനെ ഒരുമിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളിങ്ങനെ ഒരു പീസ് എടുത്തിട്ട് അയൺ ചെയ്തെടുക്കുക. നമ്മൾ ഓപ്പണിങ്ങിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ഫുൾ ലെങ്ത് മെഷർമെൻ്റ് എടുക്കുക. ഫുൾ ലെങ്ത് ഇവിടെ വേണ്ടത് 11 ഇഞ്ചാണ്. നമുക്ക് മടക്കി അടിച്ച് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 1.5 ഇഞ്ച് അലവൻസ് ഇട്ടിട്ട് മാർക്ക് ചെയ്യാം. പിന്നെ നമുക്ക് സ്ലീവ് ഓപ്പണിങ് വരേണ്ടത് 5.5 5.5 മാർക്ക് ചെയ്യുക. പ്ലസ് 1.5 ഇഞ്ച് അലവൻസ് നമ്മൾ മാർക്ക് ചെയ്യുക. കൈക്കുഴിയുടെ ആം ഹോൾ മെഷർമെൻറ്റ് നമ്മളിങ്ങനെ 9 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആ 9 ഇഞ്ചിലേക്ക് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ച് കൊടുക്കുക. അവിടുന്ന് നമ്മൾ 3 ഇഞ്ച് താഴേക്കൊരു മാർക്ക് ചെയ്യുക. ഈ മാർക്ക് ചെയ്തതും ഈ ഷോൾഡറിൻ്റെ ജോയിൻറ്റ് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മിഡിൽ പോയിൻ്റ് എടുക്കുക. മിഡിൽ പോയിൻ്റ് എന്ന് പറയുമ്പോൾ 4.5 കിട്ടും. ഇവിടെ നിന്ന് 4.5 ഏകദേശം മിഡായിട്ട് അവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മാർക്കിങ്ങിൻ്റെ മിഡ് പോയിൻ്റായിട്ട് ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക. അതിൽ നമ്മൾ സ്ലീവിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മൾ 1/2 ഇഞ്ച് മേലേക്ക് ഒരു മാർക്കിംഗ് കൊടുക്കുക. ഇവിടെ നിന്ന് നമ്മൾ മിഡ് പോയിൻ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴേക്ക് നമ്മൾ 1/2 ഇഞ്ച് മാർക്ക്. സ്ലീവിൻ്റെ ടോപ്പിലേക്ക് നമ്മളിങ്ങനെ 1/2 ഇഞ്ച് കയറ്റി വെച്ചിട്ട് മാർക്ക് ചെയ്യാം. ആ മാർക്കിൽ കൂടെ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ താഴേക്കും 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ ആം ഹോൾ ഷേപ്പ് ഇങ്ങനെ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ലീവിൻ്റെ ഓപ്പണിങ്ങിൽ നിന്ന് അലവൻസ് ഇട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ആം ഹോളിൻ്റെ അവിടേക്ക് ഇങ്ങനെ വരച്ച് സ്ലീവിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്തെടുക്കുക. അതിൽ കൂടെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. നമുക്ക് 2 സ്ലീവിൻ്റെ പീസ് കിട്ടും. കട്ട് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡ് ഫേസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് ആം ഹോൾ മാത്രം ഒന്ന് ജസ്റ്റ് കുഴിച്ച് വെട്ടണം. 1/2 ഇഞ്ച് ഇതുപോലെ കയറ്റി മാർക്ക് ചെയ്ത് ജസ്റ്റ് കർവ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഈ ടോപ്പിന് ബോട്ടിനൊക്കെ വയ്ക്കണേ. അതിന് നമ്മൾ 8 ഇഞ്ച് ഇറക്കും 9 ഇഞ്ച് വീതിയുള്ള ഒരു ക്യാൻവാസ് പീസ് എടുക്കുക. അതിങ്ങനെ നമ്മൾ 4 ആക്കിയിട്ട് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തിട്ട് ആ ഫോൾഡിങ് വരുന്ന ഭാഗത്ത് നിന്ന് താഴേക്ക് നമ്മൾ 3 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് നമ്മൾ 5 ഇഞ്ച് കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്യുക. അവിടുന്ന് താഴേക്ക് നമ്മൾ 3 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുക.
അവിടെ നിന്ന് ലൈൻ ജോയിൻ ചെയ്ത് കൊടുക്കുക. നമ്മിത് ഫ്രണ്ടിനും ബാക്കിനും വേണ്ടിയിട്ടുള്ള കഴുത്ത് ഒരുമിച്ചാണ് വെട്ടണത്. നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പ് മേലയിൽ ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കണം. ഇനി നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്തെടുക്കുക. ഫ്രഞ്ച് കർവ് വെച്ച് നമുക്കിങ്ങനെ കറക്റ്റ് ഷേപ്പിൽ ബോട്ട് നെക്ക് മാർക്ക് ചെയ്യാം. അതിനുശേഷം 1 ഇഞ്ച് അലവൻസ് ഇട്ട് നമുക്ക് കട്ട് ചെയ്യാനുള്ള ലൈൻ മാർക്ക് ചെയ്തെടുക്കുക. അതിങ്ങനെ ശരിക്കും ആ ഷേപ്പിൽ മാർക്ക് ചെയ്യുക. ആ മാർക്കിങ്ങിൽ കൂടെ നമ്മൾ കട്ട് ചെയ്യുക. ഇതിൽ കൂടെ നെക്കിൻ്റെ ഷേപ്പ് കട്ട് ചെയ്ത് അതിൽ കൂടെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? നമ്മൾ അതിങ്ങനെ 4 സൈഡിലും 1/4 ഇഞ്ച് ഗ്യാപ്പ് തുണി കിട്ടുന്ന വിധത്തിൽ പ്ലേസ് ചെയ്തിട്ട് അയൺ ബോക്സ് വെച്ച് നമ്മൾ അയൺ ചെയ്തെടുക്കും. അയൺ ചെയ്ത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? നമുക്ക് ഈ എഡ്ജ് വിട്ടിരിക്കുന്നത് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്ത് നെക്ക് 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കും. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും കട്ട് ചെയ്തെടുക്കും. കഴുത്തിൻ്റെ ക്യാൻവാസ് നമ്മൾ മാർക്ക് ചെയ്തത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സെൻറ്റർ കട്ട് ചെയ്യും. അതുപോലെ തന്നെ ഷോൾഡർ നെക്ക് മെഷർമെൻറ്റ് എടുത്തിരിക്കുന്ന സൈഡിൽ ഇതുപോലെ നമ്മൾ സെൻറ്റർ കട്ട് ചെയ്ത് ആ സെൻറ്ററിലേക്ക് വരുന്ന വിധത്തിൽ പാറ്റേണും വെച്ച് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റിച്ച് ചെയ്ത് സൈഡിൽ കൂടെയും സ്റ്റിച്ച് ചെയ്യും. ക്യാൻവാസുമിലേക്ക് ടച്ച് ചെയ്യാത്ത വിധത്തിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നെക്കിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് മറിച്ചിടും. അങ്ങനെ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്ത് എഡ്ജിൽ കൂടെ നമ്മൾ ക്യാൻവാസുമിലേക്ക് ടച്ച് ചെയ്യാത്ത വിധത്തിൽ സ്റ്റിച്ച് ചെയ്ത് നെക്ക് ഫിനിഷ് ചെയ്യുക. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഫിനിഷ് ചെയ്യേണ്ടത്. നമ്മളിതുപോലെ നെക്കിൻ്റെ ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കുക. 1/4 ഇഞ്ച് അലവൻസ് ഇടണം. സ്റ്റിച്ച് ലൈൻ്റെ അപ്പുറത്ത് കൂടെ വേണം നമ്മൾ വെട്ടാനായിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ മറിച്ചിട്ടിട്ട് എഡ്ജിൽ കൂടെ ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്യും. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിൻ്റെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഷോൾഡർ ജോയിൻ്റ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ വെച്ച് ഷോൾഡർ ജോയിൻ്റ് ചെയ്യണം. നമുക്കിനി സൈഡ് സീം ജോയിൻ്റ് ചെയ്യാം. സൈഡ് സീം ജോയിൻ ചെയ്യുമ്പോൾ ആംഹോളിൻ്റെ ഒരു 1/2 ഇഞ്ച് താഴെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നമ്മൾ ഹിപ്പിൻ്റെ ജോയിൻ്റ് വെക്കാനായിട്ട് 1/2 ഇഞ്ച് മേലേക്ക് ഇതുപോലെ നിർത്തിയിട്ട് ഇവിടെ തൊട്ട് ഇവിടെ വരെ 2 സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ യോക്ക് പോർഷൻ തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിനി ബോട്ടം പോർഷൻ ഇങ്ങനെ ജോയിൻ ചെയ്യാൻ നോക്കാം. അത് നമ്മളിങ്ങനെ പ്ലീറ്റ് ഇട്ട് പിഞ്ചായിട്ടുള്ള പ്ലീറ്റ് ഇടണം. എങ്ങനത്തെ പ്ലീറ്റ് ഇടണമെന്ന് വെച്ചാൽ പ്ലീറ്റ് ഇട്ട് നമ്മളിങ്ങനെ ഈ അളവിലേക്ക് നമ്മളുടെ ബോട്ടത്തിലേക്കുള്ള തുണി കൊണ്ടുവരണം. സ്റ്റിച്ച് ചെയ്ത് പ്ലീറ്റ് ഇടാൻ നോക്കാം. ആദ്യം അങ്ങനെ ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കുക. അടുത്തത് നമുക്ക് അതുപോലെ തന്നെ പിടിച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമുക്കിപ്പോൾ ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് വേണ്ടത് എത്രയാണെന്ന് വെച്ചാൽ ആ ഇഞ്ചിലേക്ക് കൊണ്ടുവരാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ കൈ കൊണ്ട് ശരിക്കും ഗാദർ ചെയ്യാൻ പറ്റുന്നില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പോയിൻറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനം യൂസ് ചെയ്ത് ചെറുതായിട്ട് പ്ലീറ്റ് ചെയ്ത് സ്ലോവിൽ തയ്ച്ച് നമ്മൾ എഡ്ജ് വരെ തയ്ക്കണം. നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ഫിനിഷിങ് മെഷർമെൻറ്റ് നമ്മളെ ഹിപ്പിൻ്റെ അവിടേക്കുള്ള മെഷർമെൻറ്റാണ് കിട്ടേണ്ടത്. നമുക്ക് ഗാദർ ചെയ്തിട്ട് ഇങ്ങനെ കിട്ടും. നമുക്ക് യോക്ക് പീസും ബോട്ടം പീസും നമ്മൾ ജോയിൻ ചെയ്യാം.
യോക്ക് പോർഷൻ ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മിനി സ്ലീവ് അറ്റാച്ച് ചെയ്യാം. നമുക്കിനി സ്ലീവ് അറ്റാച്ച് ചെയ്യാം. നമ്മിനി 2 സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ബോട്ടം പാർട്ട് മടക്കി അടിച്ചിട്ട് ടോപ്പ് സ്റ്റിച്ച് എടുത്ത് ഫിനിഷ് ചെയ്യാം.